കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 13. നമ്മൾ ശ്ലോകം 30 ചെയ്താണ് നിർത്തിയത്. ഒക്കെ നൊച്ചൂർ സ്വാമി പറയാറുണ്ട്, അതായത് രമണചരണ തീർത്ഥർ, അപ്പോൾ സന്യാസിയായാലും അദ്ദേഹം എപ്പോഴും പറയും, ഇതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കരുത്, ഇത് മനസ്സിന് അതീതമായിട്ടുള്ളതാണ്, മനസ്സിലാക്കാൻ പറ്റില്ല, മനസ്സിൻ്റെയും അപ്പുറത്തുള്ളതാണ്. അതുകൊണ്ട് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട, വെറുതെ അത് വായിക്കുമ്പോൾ രസമുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ അലകൾ ആയിട്ട് പോവും, വേവ്സായിട്ട് പോവും, എന്നിട്ട് നമ്മളിൽ മാറ്റം വരുത്തുമെന്ന് പറയാറുണ്ട്. അതുപോലെ മനസ്സിലാവാനോ ഉൾക്കൊള്ളാനോ സാധിക്കുന്നില്ല എന്ന് തോന്നിയാലും നമുക്ക് പറയാമെന്ന് മാത്രം. അപ്പം നമ്മളിതുവരെ പറഞ്ഞത് എന്താ വെച്ചാൽ, ജാഗ്രത സ്വപ്ന സുഷുപ്തി ഒക്കെ ബുദ്ധിയുടെ ഭ്രമാനുഭവങ്ങളാണ്. ജീവാത്മാവ് ആത്മാവ് ഭിന്നനാണ്, ദേഹത്തു നിന്ന് സാക്ഷിയായി നിന്നുകൊണ്ട് എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നതാണ് ജീവൻ. അപ്പോൾ എന്നിട്ട് നമ്മൾ പറഞ്ഞല്ലോ, ബാലകൃഷ്ണൻ നായർ സാറ് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സ്റ്റേജിമ്പിലത്തെ വിളക്കിനോട് ഉപമിക്കാം ആത്മാവിനെ, അല്ലേ? അതായത് 3 അനുഭവങ്ങളും ജാഗ്രത സ്വപ്നവും സുഷുപ്തി മാറി മാറി വരുന്നു. ആ മാറി മാറി വരുന്ന 3 അവസ്ഥയെയും സ്വയം മാറാതെ നിന്ന് പ്രകാശിപ്പിക്കുന്നതാണ് ഏത്? ആത്മാവ്. അതുകൊണ്ട് അത് മാത്രമേ സത്യമുള്ളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞു, അല്ലേ? പിന്നെ ഈ തുരീയാവസ്ഥയിൽ വർത്തിക്കണം. നമുക്ക് ഈ സംസാരബന്ധം, ഈ മായാഭ്രമങ്ങളിൽ പോവരുത്. ഈ സംസാരബന്ധങ്ങൾക്കും ഈ 3 അവസ്ഥയ്ക്കും അപ്പുറമുള്ള തുരീയാവസ്ഥയിൽ വർത്തിക്കണം നമ്മൾ. ആ തുരീയാവസ്ഥ എത്തിയാൽ അതുതന്നെയാണ് ബ്രഹ്മസാക്ഷാത്കാരം. അപ്പോൾ ഈ ജഡവിഷയങ്ങളെയൊക്കെ സത്യമാണെന്ന് വിചാരിക്കുന്നിടത്തോളം കാലം നമുക്ക് തുരീയാവസ്ഥയിലേക്ക് പോകാൻ സാധ്യമല്ല. അപ്പോൾ നമ്മൾ യുക്തി കൊണ്ട് ജഡവിഷയങ്ങളുടെയൊക്കെ അനശ്വരതയും അസത്യത്തിനെയും, അതാണ് അതിൻ്റെ അനശ്വരതയും അത് എത്ര അസത്യമാണ് എന്നതിനെയും നമ്മൾ യുക്തി കൊണ്ട് ഉറപ്പ് വരുത്തിയിട്ട് ഞാനിതൊന്നുമല്ല, നിത്യമായ ആത്മാവാണെന്ന് പറയണം എന്നൊക്കെയാണ് പറഞ്ഞത്. ഇനി നമുക്ക് 31 വായിക്കാം. അസത്വാദാത്മനോന്യേഷാം ഭാവാനാം തത്കൃതാഭിധ ഗതയോ ഹേതവശ്ചാസ്യ മൃഷാ സ്വപ്നദൃശോ യഥാ. അപ്പോൾ ഇതിലെന്താണ് പറഞ്ഞത്? 31 ആത്മനഹ, ആത്മാവിനെ വിട്ടിട്ട്, അന്വേഷാം ഭാവന, ആത്മാവാണ് ഞാൻ എന്നുള്ള ഭാവന വിട്ടിട്ട് ഈ ജഡമായ ദേഹത്തിൽ ഞാനാണെന്ന് ഭാവിച്ച് അസത്വാത്, മിഥ്യ ആയതുകൊണ്ട്, തത്കൃത, ഈ ദേഹം മുതലായ ജഡ വസ്തുക്കൾ കൊണ്ടുണ്ടായ ഭിത, അതുകൊണ്ടാണ് നമ്മൾ വർണ്ണാശ്രമധർമ്മങ്ങളൊക്കെ, ഗതയ, സ്വർഗം ഇതൊക്കെ കിട്ടുമെന്ന് പറയുന്നതൊക്കെ ഈ ദേഹാഭിമാനമുള്ളവരോടാണ്, ദേഹാഭിമാനത്തോട് കൂടിയിട്ടുള്ളവരാണ്. ഹേതവാച്ച, അവയ്ക്ക് കാരണമായ കർമ്മങ്ങളും, അല്ലേ, പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളുമാണല്ലോ സ്വർഗത്തിനും നരകത്തിനും ഇടയാക്കണത്. സ്വപ്നദൃശ, സ്വപ്നം കാണുന്നവന് യഥ, എങ്ങനെ അത് സ്വപ്നം മിഥ്യയാണെന്ന് ഉണർന്നാൽ തോന്നുന്നുവോ, അസ്യ മൃഷ, ഈ ആത്മാവിന് മിഥ്യാത്മകർമ്മങ്ങൾ, മിഥ്യ ആണ് ഈ കർമ്മങ്ങൾ മുഴുവൻ എന്നാണ് പറയണത്. എന്തുകൊണ്ടാണ്, എന്താ പറയണ വെച്ചാൽ, ആത്മാവിൽ നിന്ന് വേറെ ഭിന്നമായ ഈ ജഡ ഇന്ദ്രിയങ്ങളെയും ശരീരങ്ങളെയും ഞാനാണെന്ന് വിചാരിച്ച് ആ ശരീരത്തിനെ മാത്രം ആശ്രയിക്കുന്ന ഈ വർണ്ണം, ആശ്രമം, നമ്മൾ അതുകൊണ്ടൊക്കെ നമ്മൾ കർമ്മങ്ങൾ, ഈ ശരീരത്തിനെ ഞാനാണെന്ന് അഭിമാനിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ടാണ് സ്വർഗവും നരകമൊക്കെ കിട്ടുന്നത് നമ്മൾ പറയണത്. ആ കർമ്മങ്ങളെല്ലാം നമുക്ക് ഞാൻ ആത്മാവാണെന്നുള്ള ബോധം വന്നാൽ സ്വപ്നം പോലെ തോന്നും. അതായത് സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന ഒരാൾക്ക് എങ്ങനെ സ്വപ്നം അയഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടുന്നുവോ, അതുപോലെ നമ്മൾ ഈ നരകങ്ങളൊക്കെ ആയിട്ടും
വിഷയസുഖങ്ങൾക്കായിട്ടും ചെയ്യുന്ന കർമ്മങ്ങളും അതിൻ്റെ ഫലങ്ങളും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും അല്ലെങ്കിൽ എല്ലാ അനുഭവങ്ങളും വെറും സ്വപ്നം പോലെ തോന്നും എപ്പോൾ നമ്മൾ ആത്മാവാണെന്നുള്ളത് അനുഭവം വന്നാൽ. അതുവരെ അത് സാധ്യമല്ല. നമ്മൾ ഞാൻ ആത്മാവാണെന്ന് എപ്പോൾ അനുഭവം വരുന്നോ അപ്പോൾ ഈ ജീവിതാനുഭവങ്ങളൊക്കെ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന ഒരാൾക്ക് സ്വപ്നം എങ്ങനെ അയഥാർത്ഥ്യമാണെന്ന് ബോധ്യമാവുന്നുവോ അതുപോലെ ആത്മാവാണ് ഞാൻ എന്നുള്ള അനുഭവം വരുമ്പോൾ ഈ ദേഹാഭിമാനം കൊണ്ട് ഞാൻ അനുഭവിച്ചതെല്ലാം വെറും സ്വപ്നം പോലെയായിരുന്നു എന്ന് തോന്നും എന്നാണ് അതിൽ പറഞ്ഞത്. അസത്വാദാത്മനോന്യേഷാം ദേവാനാം തത്കൃതാഭിധാ ഗതയോ ഹേതവശ്ചാസ്യ മൃഷാ സ്വപ്നദൃശോ യഥ. അപ്പം നമുക്കിപ്പോൾ അത് അനുഭവം ആവണില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു കാര്യം നമുക്ക് ഈ ഭഗവാൻ പറയുന്നത് മനസ്സിലാക്കാം. എന്താ അറിയോ, എനിക്കിത് ശരിയാണെന്നൊക്കെ തോന്നുന്നുണ്ട്, യഥാർത്ഥമാണെന്ന് തോന്നുന്നുണ്ട്, ഞാൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ വാസ്തവത്തിൽ ഇതൊന്നും സത്യമല്ല, ഇതെല്ലാം വെറും ഭ്രമങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്രേ പറ്റുള്ളൂ. മനസ്സിനതീതായി പോയി നമ്മൾ ആത്മാവാണെന്ന് അനുഭവമാവണ വരെ നമുക്കത് ഇത് വെറും സ്വപ്നമാണെന്ന് ബോധ്യമൊന്നുമില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് നമുക്കിപ്പോൾ തോന്നണത് ശരിയല്ല, നമ്മുടെ അജ്ഞാനം കൊണ്ടാണ് നമ്മളിതൊക്കെ അനുഭവിക്കുന്നതും ഇതൊക്കെ യഥാർത്ഥമാണെന്ന് തോന്നുന്നത് നമ്മുടെ അജ്ഞാനം കൊണ്ട് മാത്രമാണ്. അപ്പോൾ എനിക്ക് എന്നാണ് ആത്മാവാണ് ഞാൻ എന്നുള്ള അനുഭവം ഉണ്ടാവണത് ദൈവാനുഗ്രഹത്താൽ, അന്ന് ഇതൊക്കെ ഉറക്കുണർന്ന ആളെപ്പോലെ എനിക്കും ഇത് സ്വപ്നമെന്ന് തോന്നും. ഇപ്പം എനിക്ക് തോന്നുന്നില്ല. അറ്റ്ലീസ്റ്റ് നമുക്കത് മനസ്സിലാക്കാമല്ലോ ഇത് വായിക്കുമ്പോൾ എന്ന് വിചാരിക്കുകയാണ്, അത് അനുഭവമായിട്ടില്ലെങ്കിലും. ഇനി 32. യോ ജാഗരേ ബഹിരനുക്ഷണധർമ്മിണോർത്ഥാൻ ഭുങ്ക്തേ സമസ്തകരണൈർഹൃദി തത്സദൃക്ഷാൻ സ്വപ്നേ സുഷുപ്ത ഉപസംഹരതേ സ ഏകഃ സ്മൃത്യന്വയാൽ ത്രിഗുണവൃത്തി ദൃഗിന്ദ്രിയേശഃ. എന്താണ് 32? വലിയ ശ്ലോകം. യഹ ഏതൊരു സാധകൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ജാഗ്രത അവസ്ഥയിൽ അനുക്ഷണധർമ്മിണ, അതായത് വളരെ ക്ഷണികങ്ങളായിട്ടുള്ള ഓരോ അവസ്ഥകളും, അതായത് ബാല്യം, യൗവനം, അങ്ങനെ നമ്മളെല്ലാം ഒക്കെ ക്ഷണികമാണ്, കുറച്ചു കാലമല്ലേ ഉള്ളൂ. അർത്ഥാൻ ബഹി, ഈ സ്ഥൂലാദിദേഹങ്ങളെ, അർത്ഥാൻ അതായത് ഈ നമ്മളെ ഈ സ്ഥൂലദേഹത്തിനെ, ബഹി പുറത്ത്, സമസ്തകരണേ ഈ എല്ലാ ഇന്ദ്രിയങ്ങളാലും, ഭുങ്ക്തൈ അനുഭവിക്കുന്നുവോ, സ്വപ്നാവസ്ഥയിൽ തൽ സദൃക്ഷാൻ ജാഗ്രതാവസ്ഥയിൽ കണ്ടവയ്ക്ക് തുല്യമായവയെ ഹൃദയത്തിൽ അനുഭവിക്കുന്നുവോ, സുഷുപ്തിയിൽ ഉപസംഹാരം ചെയ്യുന്നുവോ, സ്മൃത്യത്വ ഈ സ്മരിക്കുന്നതിൻ്റെ തുടർച്ചയായിട്ട് ത്രിഗുണവൃത്തി ദൃക്ക് ഈ അവസ്ഥാത്രയങ്ങളിലും സാക്ഷിയായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് എല്ലാം ഈശ്വരനായ സഹ ആ ആത്മാ ഏകഃ ഒരേ ഏകനായി സ്ഥിതി ചെയ്യുന്നു. എന്താണ് ഈ 31 പറയണ വെച്ചാൽ 31 നമ്മൾ കഴിയുമല്ലോ. അതായത് ഈ ശുദ്ധബോധമാണ് ഞാൻ എന്ന്, അല്ലെങ്കിൽ ആത്മാവാണ് ഞാൻ എന്നുള്ള അനുഭവം ഉണ്ടാവുമ്പോൾ ഈ ജാഗ്രതും ദൃശ്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ അനുഭവിക്കണതൊക്കെ തീരെ ഇല്ലാത്തതാണെന്ന് അപ്പോൾ അനുഭവപ്പെടുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതോടെ ഈ ജഡശരീരത്തിൻ്റെ ജനനവും മരണവും അടക്കം എല്ലാ അനുഭവങ്ങളും ഒക്കെ അസത്യമാണെന്ന് ബോധ്യവും. ഈ ജാഗ്രതത്തിലെ നാനാത്വം, അതായത് ഒക്കെ ഈ വെറും ഭ്രമാണ്. ബോധത്തിലത്തെ ഭ്രമം, ബോധത്തിൽ അധ്യാസം ചെയ്ത ഭ്രമം, ബോധത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഭ്രമാണ്. ശരിക്കുള്ളത് ബോധം മാത്രമേ ഉള്ളൂ, അത് മാത്രമേ സത്യമുള്ളൂ. അതായത് നമ്മൾ ഈ ഓരോ സ്റ്റേജസും ഉണ്ടല്ലോ, നമ്മൾ വളരുമ്പോഴൊക്കെ ഈ ബാല്യം, കൗമാരം, യൗവനം, അതൊക്കെ എല്ലാം വെറും ക്ഷണികമാണ് അല്ലേ. വസ്ത്രം മാറണ പോലെയാണ് നമ്മൾ, ശരിക്കും ഒരു വസ്ത്രം മാറണ പോലെയാണ് ഈ ആത്മാവ് ഒരു ശരീരം കളഞ്ഞ് വേറൊരു ശരീരം എടുക്കണതേ. വസ്ത്രം മാറുന്നത് പോലെ നമ്മൾ ആ പ്രാരബ്ധകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ വേണ്ടി ആത്മാവ് ഓരോ ദേഹം എടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് ദിവസം ജീവിക്കും, മരിക്കും, അല്ലെങ്കിൽ ആ ദേഹം ത്യജിക്കും അല്ലേ. അപ്പോൾ ദേഹം ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ച
മുഴുവൻ സ്വപ്നമാണ്. നമ്മുടെ ഈ ദേഹം ഉൾപ്പെടെ ഇന്ദ്രിയങ്ങൾ ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചം വെറും സ്വപ്നമാണ് എന്ന് എപ്പോഴാണ് മനസ്സിലാവുക? ആ ബോധമാണ് ഞാൻ എന്ന് മനസ്സിലാവുമ്പോൾ. ആ ബോധം മാത്രമേ ഉള്ളൂ. അതായത് ജീവൻ മുക്തനായിട്ടുള്ള ഒരാൾക്ക്, അതായത് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ മുക്തി വന്ന ഒരാൾക്ക് എന്താ തോന്നുക? ഈ ദേഹം ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചം മുഴുവൻ വെറും ഒരു സ്വപ്നമാണ് എന്ന് തോന്നും. നമുക്ക് സാധാരണ നിലയ്ക്ക് ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ അത് സ്വപ്നം തന്നെയായിരുന്നു, യാഥാർത്ഥ്യമല്ല എന്ന് തോന്നണ പോലെ തന്നെ എന്നാണ് നമുക്ക് ഈശ്വര കൃപ കൊണ്ട് ഞാൻ ആത്മാവാണെന്നുള്ള ബോധം, അല്ലെങ്കിൽ ഈ ദേഹാഭിമാനം നശിച്ച് ഞാൻ ആ നിത്യസത്യ ആ ബോധം മാത്രമാണ്, അത് മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ള അനുഭവം ആണല്ലോ ജീവൻ മുക്തൻ. അതാണല്ലോ ബ്രഹ്മസാക്ഷാത്കാരം. അങ്ങനെ കിട്ടിയ ഒരാൾക്ക് ശരിക്കും ഈ ശരീരം അടക്കമുള്ള ഈ പ്രപഞ്ചം ഒരു സ്വപ്നമാണെന്ന് തോന്നും എന്ന് തന്നെയാണ് പിന്നെയും ഇതിൽ ഭഗവാൻ പറയണത്. അത്ര ഉറപ്പിച്ച് പറയാണ്. എൻ്റെ നമുക്ക് യുക്തി വിചാരം കൊണ്ടേ ഈ നാനാത്വ ബുദ്ധി നശിപ്പിക്കാൻ സാധിക്കുള്ളൂ. അതാണ് എന്താണ് ഈ നമ്മൾ ആത്മാവിൽ നിന്ന് വ്യത്യസ്തമായ സമസ്ത വസ്തുക്കളും ഇവിടെ കാണുന്നത് മുഴുവൻ മിഥ്യയാണ്. അതുകൊണ്ട് തന്നെ നിർമ്മിതമായിട്ടുള്ള നമ്മുടെ കർമ്മങ്ങളെ കൊണ്ടും നല്ല കർമ്മങ്ങളെ കൊണ്ടും ചീത്ത കർമ്മങ്ങളെ കൊണ്ടും നിർമ്മിതമായിട്ടുള്ള സ്വർഗാദി ലോകങ്ങളും ആ സ്വർഗം നരകവും കിട്ടാനുള്ള കർമ്മങ്ങളും സ്വപ്നം പോലെ തന്നെ അസത്യമാണെന്ന്. അതായത് ജാഗ്രതത്തിൽ നമ്മൾ സകല ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഈ ദേഹവും ഇന്ദ്രിയവും ഉപയോഗിച്ചൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലേ. അതേപോലെ തന്നെ സ്വപ്നത്തിലും അതെ. ആ അവസ്ഥയ്ക്ക് നമ്മളെ ഈ പകലെ കണ്ട മനസ്സിലത്തെ ഓരോ വികാരങ്ങൾ തന്നെയാണല്ലോ സ്വപ്നമായിട്ട് പിന്നെ രാത്രിയും പലപ്പോഴും കാണുന്നത്. അപ്പോൾ എന്താ പറയുക വെച്ചാൽ ജാഗ്രതയിൽ നമ്മളിതൊക്കെ ഇന്ദ്രിയങ്ങളൊക്കെ ഉപയോഗിച്ച് അനുഭവിക്കേണ്ട, രാത്രി ഈ സ്വപ്നത്തിലെ ആ അവസ്ഥയ്ക്ക് അനുയോജ്യമായ വിഷയങ്ങളെ ഹൃദയത്തിൽ അനുഭവിക്കണം. മറ്റ് സ്ഥൂലദേഹം കൊണ്ട്, ജാഗ്രതയിൽ നമ്മൾക്ക് എല്ലാ അനുഭവങ്ങളും സ്ഥൂലദേഹം കൊണ്ട് അനുഭവിക്കുന്നു, സ്വപ്നത്തിലെ ഹൃദയം കൊണ്ട് അനുഭവിക്കുന്നു അല്ലേ. എന്നിട്ടോ സുഷുപ്തിയിൽ ആ മനസ്സങ്ങട് ഇല്ലാണ്ടേ ഒന്നു. ആലോചിച്ച് നോക്കൂ. ജാഗ്രതയിൽ നമ്മളെ മനസ്സുകൊണ്ടും അനുഭവിക്കേണ്ട, ദേഹം കൊണ്ടും അനുഭവിക്കുന്നു. സ്വപ്നത്തിൽ വെറും ഹൃദയം കൊണ്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അനുഭവിക്കുന്നു. എന്നൊരു സുഷുപ്തിയിലോ അത്ര നേരം അനുഭവിച്ചിരുന്ന ആ മനസ്സ് അടയും അല്ലെങ്കിൽ അലിയും അല്ലേ. മുഴുവൻ നശിക്കും. സുഷുപ്തിയിലൊന്നുമില്ല അല്ലേ. അങ്ങനെ അവസ്ഥാത്രയത്തിൻ്റെ ഈ അനുഭൂതിയുള്ള ആളുടെ സാക്ഷിയാണ് ആത്മാവേ. അതൊക്കെ അറിയണതാണ്. അതാണ് ഇന്ദ്രിയങ്ങളുടെ, അതായത് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും പ്രേരകനുമാണ്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും തത്വവിചാരം ചെയ്തിട്ട് തന്നെ അറിയണം എന്നാണ് അപ്പോൾ ഇതിൽ പറയണത്. അപ്പോൾ ഇതിൽ പറഞ്ഞത് പിന്നെ അതന്നെയാണ് പറയണത്. അതായത് സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന ഒരാളെപ്പോലെ ജീവൻ മുക്തന് തോന്നും ഈ പ്രപഞ്ചം സ്വപ്നമാണെന്ന് ചുരുക്കിയിട്ട് പറയുമ്പോൾ. അതാണ് അല്ലേ. പിന്നെ ശരിക്കും അത്ഭുതമാണ്. ജാഗ്രതയിൽ നമ്മളുടെ ദേഹവും മനസ്സും ഒക്കെ അനുഭവങ്ങൾ അനുഭവിക്കുന്നുണ്ട്. സ്വപ്നത്തിൽ മനസ്സ് മാത്രം അനുഭവിക്കുന്നു. മനസ്സടങ്ങിയിട്ടില്ല. സുഷുപ്തിയിൽ ആ മനസ്സടങ്ങുന്നു. ആ മൂന്നവസ്ഥകളെയും കാണുന്ന സാക്ഷി, മാറി നിന്ന് നോക്കുന്ന സാക്ഷിയാണ് ആത്മാവെന്നാണ് പറഞ്ഞത്. യോ ജാഗരേ ബഹിരനുക്ഷണധർമ്മിണോർത്ഥാൻ ഭുങ്ക്തേ സമസ്തകരണൈർഹൃദി തത്സദൃക്ഷാൻ സ്വപ്നേ സുഷുപ്ത ഉപസംഹരതേ സ ഏകഃ സ്മൃത്യന്വയാത്രിഗുണവൃത്തി ദിഗിന്ദ്രിയേശ. ഈ ഇന്ദ്രിയങ്ങളുടെയൊക്കെ ഈശനായിട്ടുള്ള ആ ഭഗവാൻ, ഇന്ദ്രിയങ്ങൾക്കൊക്കെ പ്രവർത്തിക്കാനുള്ള പ്രേരണയും ശക്തിയും നൽകുന്ന ആ ഈശൻ സാക്ഷിയായിട്ട് ഏകനായിട്ട് എല്ലാ അവസ്ഥകളെയും മാറി നിന്ന് നോക്കുന്നു. അതാണ് ആത്മാവ്. ആ ആത്മാവാണ് ഞാൻ. നമുക്ക് എപ്പോൾ ബോധം വരുന്നുവോ അപ്പോൾ നമ്മളും ഇതിനെ സാക്ഷി മാത്രമായിട്ട് നോക്കും. നമ്മളൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് ജീവൻ മുക്തന്മാർക്ക് ദേഹത്തിന് എന്ത് പറ്റിയാലും വിരോധമില്ല, നാല് പുറം എന്ത് പറ്റിയാലും വിരോധമില്ല. ഒന്നും അവർ ആത്മാവായിട്ട് വർത്തിക്കുകയാണ് തുരീയാവസ്ഥയിൽ. അതുകൊണ്ട് ഒന്നും അവരെ ബാധിക്കണില്ല. അതാണ് പറഞ്ഞത്. ഇനി 33. അതുകൊണ്ട് എന്താ പറയണത്? ഏവം വിമൃശ്യ ഗുണതോ മനസസ്ത്ര്യവസ്ഥ
മന്മായയാ മയി കൃത ഇതി നിശ്ചിതാർത്ഥ സമ്മരിദ്യ ഹാർദമനുമാനസദുക്തി തീക്ഷ്ണ ജ്ഞാനാസിന ഭജതമാഖില സംശയാധിം. ഇപ്പം 33 ഏവം ഇപ്രകാരം വിമർശ്യ നല്ലോണം ആലോചിച്ചിട്ട് മനനം ചെയ്ത് യുക്തിപൂർവം ആലോചിച്ച് ഗുണത അതായത് സത്വരജസ് തമോ ഗുണങ്ങൾ കാരണം മനസ്സിനുണ്ടായ ത്രിയവസ്ഥ ഈ ജാഗ്രത സ്വപ്നം അവസ്ഥകളെ അതായത് ഞാൻ ആത്മാവാന്ന് വിചാരിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് മനസ്സിനുണ്ടായിട്ടുള്ള ഈ 3 അവസ്ഥകളെ മന്മായ എൻ്റെ മായയാൽ മയി എന്നിൽ കൃത ഇതി എൻ്റെ മായയാൽ എന്നിൽ കൽപ്പിക്കപ്പെട്ടതാണ്. വെറും കൽപ്പനയാണ് മനസ്സിൻ്റെ ഈ പ്രപഞ്ചം സംസാരം. അതാണ് പറയുന്നത് എൻ്റെ മായയിൽ വെറുതെ മനസ്സാൽ സങ്കല്പിക്കപ്പെട്ട നിശ്ചിതാർത്ഥ അതാണെന്ന് നല്ലോണം നിശ്ചയിച്ചുറയ്ക്കണം നമ്മൾ. ഈ പ്രപഞ്ചം മനസ്സിൻ്റെ സങ്കല്പം, മനസ്സിന്നുണ്ടാക്കിയ മനസ്സിൻ്റെ സൃഷ്ടിയാണ് സങ്കല്പം. അത് എന്നിൽ ഭഗവാനിൽ മായ കാരണം ഭഗവാന്റെ മായ കാരണം എന്നിൽ കൽപ്പിക്കപ്പെട്ടതാണത്, സങ്കല്പിക്കപ്പെട്ടതാണ്. അപ്പം ആ മായയെ തരണം ചെയ്താൽ മതി, ഭഗവാനിലെത്താലോ. അപ്പം മായ കൊണ്ട് മറച്ചിരിക്കുകയാണ്. ഭഗവാന്റെ മായയാൽ മറച്ച് ആ ആത്മാവിൻ്റെ സ്ഥാനത്ത് ഈ ലോകത്തിനെ ഇങ്ങോട്ട് സ്ഥാപിക്കുകയാണ്. അതാണ് അപ്പോൾ ഇത് വെറും ഭഗവാന്റെ മായ കൊണ്ട് തോന്നുകയാണെന്ന് മനസ്സുകൊണ്ട് അറിഞ്ഞ് ഈ ഗുണങ്ങളാൽ ഉണ്ടാക്കുന്ന അവസ്ഥകളെ എൻ്റെ മായയാൽ കൽപ്പിക്കപ്പെട്ടതാണെന്ന് അറിഞ്ഞ് നിശ്ചയിച്ച് അനുമാനസദുക്തി തീക്ഷ്ണജ്ഞാനാസിന അങ്ങനെ അനുമാനം കൊണ്ടും ഗുരുക്കന്മാരുടെ ഉപദേശങ്ങൾ കൊണ്ടും ഉപനിഷത്ത് വാക്യങ്ങളെ വായിച്ച് ഉൾക്കൊണ്ടുകൊണ്ടും ആ ജ്ഞാനം എന്ന വളരെ മൂർച്ചയുള്ള കത്തിയാൽ അഖില സംശയാധിം സകല സംശയങ്ങൾക്കും അഖില സംശയങ്ങൾക്കും ആധാരമായിട്ടുള്ള ആ അഹങ്കാരത്തിനെ ഞാൻ അഹന്തയും മമതയും സംഛിദ്യ നശിപ്പിച്ച മീൻസ് എന്താ, വെട്ടിയിട്ടിട്ട് അല്ലെങ്കിൽ വേരോടെ നശിപ്പിച്ച്, സംഛിദ്യ പറയുന്നുണ്ട്, വേരോടെ പറിച്ച് ഹാർദം ഹൃദയത്തിൽ പ്രകാശിക്കുന്ന മാ എന്നെ ഭജത ഉപാസിക്കുവിൻ. വളരെ വിഷമാണ്, പക്ഷെ എങ്കിലും ഭഗവാൻ എന്താ പറഞ്ഞു തരണം നമുക്ക് വെച്ചാൽ, ഏതൊരാളാണ് അതല്ല കേട്ടോ, അങ്ങനെയല്ല. ഈ ഏതൊരാൾ ജാഗ്രത അവസ്ഥയിൽ എപ്പോഴും ഇങ്ങനെ പരിണാമത്തോടു കൂടി ഇരിക്കുന്ന ഈ ജഡശരീരത്തിനെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നുവോ, ഏതൊരാളാണ് ജാഗ്രതയിലല്ല അനുഭവിക്കുന്നത്. പിന്നെ സോറി, ഇത് 33 നമ്മൾ വായിച്ചല്ലേ, ഏവം വിമർശ്യ, ഏവം വിമർശ്യ അതാണ് ശരിയാണ്. ഇങ്ങനെ ഇപ്രകാരം നമ്മൾ യുക്തി കൊണ്ട് ചിന്തിച്ച് ത്രിഗുണങ്ങൾ കാരണം ഈ മനസ്സിന് സത്വരജസ്തമോ ഗുണങ്ങൾ കാരണം മനസ്സിനുണ്ടാവുന്ന ഈ 3 അവസ്ഥ ഉണ്ടല്ലോ, വെറും മനസ്സിൻ്റെ അവസ്ഥ, അത് ആത്മാവിനില്ല. അത് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. ത്രിഗുണങ്ങൾ കൊണ്ട മായ കാരണം നമുക്കുണ്ടാവുന്ന, മായയിലത്തെ ത്രിഗുണങ്ങൾ കാരണം മനസ്സിനുണ്ടാവുന്ന ഈ 3 അവസ്ഥയും ഭഗവാൻ പറയാണ് എൻ്റെ മായാശക്തി കൊണ്ട് എന്നിൽ കൽപ്പിതമാണ്. വെറും എന്നിലത് കൽപ്പിക്കുകയാണത്, ശരിക്കതില്ല. എൻ്റെ മായയാൽ ഉണ്ടാകുന്ന ഈ ജാഗ്രത സ്വപ്നം സുഷുപ്തി അവസ്ഥ ശരിക്കുള്ളതല്ല. അത് യോഗമായയുടെ ശക്തി കൊണ്ട് എന്നിൽ, മായ കൊണ്ട് എന്നിൽ കൽപ്പിക്കുകയാണ്. അപ്പം അങ്ങോട്ട് മറക്കുകയാണ് ഭഗവാനെ, കൽപ്പിക്കുകയാണ്. അത് വെറും മനസ്സങ്കല്പമാണെന്ന് അറിഞ്ഞിട്ട്, അതാണ് പറയണത്. ഒരു വിവേകമുള്ള ആൾ ഇതൊക്കെ എൻ്റെ വെറും നിങ്ങളുടെ മനസ്സിൻ്റെ സങ്കല്പമാണെന്ന് അറിഞ്ഞ് എന്ത് വേണം, ഒരു ഗുരുവിൻ്റെ ഉപദേശം സ്വീകരിച്ചിട്ടും ഉപനിഷത്ത് വാക്യങ്ങളെയൊക്കെ പഠിച്ചും അതൊക്കെ ഉൾക്കൊള്ളാൻ ശ്രമിക്കും. ജ്ഞാനം വർദ്ധിപ്പിച്ച് ആ വളരെ മൂർച്ചയുള്ള ജ്ഞാന ഖൽഗം കൊണ്ട് അതിനെ മുഴുവൻ, ഈ പ്രപഞ്ചമായിട്ടുള്ള സംബന്ധത്തിനെ മുഴുവൻ വേരോടെ മുറിച്ച് കളഞ്ഞ്
ഹൃദയത്തിൽ തന്നെ എപ്പോഴും പ്രകാശിച്ച് നിൽക്കുന്ന എന്നെ സർവാത്മനാ ഭജിച്ചാലും എന്ന്. അതാണ് ഭഗവാൻ ഇതിൽ പറയണത്. ഭഗവാൻ അത്ര അടുത്തുണ്ട് നമ്മളെ, പക്ഷേ മായ എന്ന മറയുണ്ടേ. അതാണ് ഭഗവാൻ പറയണത്. അതായത് ഈ ജാഗ്രതയിലെല്ലാം അനുഭവിക്കുകയും സുഷുപ്തിയിലെ സകലവും സ്വപ്നത്തിൽ മനസ്സിൽ മാത്രം കാണുകയും സുഷുപ്തിയിലെ സകലവും ലയിക്കുകയും ചെയ്യുന്നവനും ഈ അവസ്ഥാത്രയത്തിൻ്റെ അനുഭൂതി ഉള്ളവനും. അപ്പോൾ ഇന്ദ്രിയങ്ങൾ എപ്പോഴും ഈ ത്രിഗുണങ്ങൾ കാരണമാണ് ഈ മൂന്നവസ്ഥകൾ. അത് എൻ്റെ മായ കൊണ്ട് എന്നിൽ കൽപ്പിക്കപ്പെട്ടതാണ്. അതാണ് ഭഗവാന്റെ മായ തന്നെയാണ്. പക്ഷേ മനസ്സ് ആ മായയുടെ അധീനത്തിലായാൽ ഇതൊക്കെ സങ്കല്പിക്കും. മനസ്സാണ് ഈ ലോകങ്ങൾ സൃഷ്ടിക്കണം. സംസാരം സൃഷ്ടിച്ചിട്ട് ഭഗവാനിൽ കൽപ്പിക്കുക, മറയ്ക്കുകയാണ് ആത്മാവിനെ. അതിന് എന്ത് വേണമെച്ചാൽ അനുമാനം, അതായത് നല്ലോണം ആലോചിച്ച് ഗുരുവിൻ്റെ ഉപദേശം ഇതുകൊണ്ട് നമ്മുടെ ജ്ഞാനമാകുന്ന വാളിൻ്റെ മൂർച്ച കൂട്ടിക്കൂട്ടി എല്ലാ സംശയങ്ങൾക്കും കാരണമായ നമ്മുടെ അഹന്ത മമത, അറ്റാച്ച്മെൻറ്റും അഹങ്കാരവും, ഞാൻ എന്ന അഹങ്കാരവും അഹന്തയും മമതയും, അതിനെ നമ്മൾ ആ ജ്ഞാനമാകുന്ന മൂർച്ചയേറിയ വാളുകൊണ്ട് സർവ്വ സംശയത്തിനും കാരണമായിട്ടുള്ള, നമ്മൾ ഈ ബോഡിയാണെന്ന് നമ്മളെ തോന്നിക്കുന്നുണ്ടല്ലോ, അതിന് കാരണമായിട്ടുള്ള അഹന്തയും മമതയും നിശേഷം നശിപ്പിച്ച് നമ്മുടെ ഹൃദയത്തിൽ നമ്മളോട് വളരെ ചേർന്ന് നിൽക്കുന്ന, ഹൃദയത്തിൽ എപ്പോഴും പ്രകാശിച്ച് നിൽക്കുന്ന എന്നെ ഭജിക്കുക എന്നാണ് ഭഗവാൻ പറയുന്നത്. ഒരേ ഒരു വഴിയുള്ളൂ ഭഗവാനെ പ്രാപിക്കാൻ. എന്താ? ഈ യോഗമായ അല്ലെങ്കിൽ മായയാൽ ഈ മനസ്സ് സങ്കൽപ്പിച്ചെടുക്കുന്ന ഈ സംസാരത്തിനെ ജ്ഞാനമാകുന്ന വാളുകൊണ്ട്, അതെന്താ ഉണ്ടാവണത്? കാരണം ആ സംസാരം ഉണ്ടാവാൻ കാരണം നമ്മുടെ അഹങ്കാരവും അഹന്തയും മമതയാണ്. അപ്പോൾ അതിനെയാണല്ലോ കളയേണ്ട, എന്നാലും സംസാരം ഇല്ലേണ്ടി പോവും. അപ്പോൾ ഭഗവാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ അടുത്തായിട്ട്, വളരെ അടുത്തായിട്ട് ഞാൻ എപ്പോഴും പ്രകാശിച്ച് നിൽക്കുന്നുണ്ട്. ജാഗ്രതയിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും മനസ്സിൽ ലയിച്ച സമയത്തും ഞാൻ എപ്പോഴും ഈ മൂന്നവസ്ഥകളെയും പ്രകാശിപ്പിച്ച്, നിങ്ങളെ ഇന്ദ്രിയങ്ങളെ പ്രകാശിപ്പിച്ച്, ഇന്ദ്രിയങ്ങൾ എപ്പോഴും ഞാൻ അകത്ത് സദാ നിൽക്കുന്നുണ്ട്. ആ എന്നെ ഈ ജ്ഞാനമാകുന്ന ആ വാളുകൊണ്ട് ഈ സംസാരബന്ധത്തിനു കാരണമായ അഹന്തയെയും മമതയെയും വേരോടെ മുറിച്ച് കളഞ്ഞ് ഹൃദയത്തിൽ സദാ പ്രകാശിച്ച് നിൽക്കുന്ന എന്നെ മാത്രം ആശ്രയിക്കൂ എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അതല്ലാതെ ഒരു വഴിയും ഇല്ല എന്ന് ഭഗവാൻ പറയണു. ഇനി എങ്ങനെ അനുമാനങ്ങൾ പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ പിന്നെ യുക്തി കൊണ്ട് ഇത് ഇങ്ങനെ ആയതുകൊണ്ട് ഇത് സത്യമല്ല, അങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ കുറേ. അതായത് എപ്പോഴും ഇല്ലാത്തത് സത്യമല്ല. ജാഗ്രത കഴിഞ്ഞാൽ സ്വപ്നമായി, സ്വപ്നം കഴിഞ്ഞാൽ സുഷുപ്തിയായി, സുഷുപ്തി കഴിഞ്ഞാൽ ജാഗ്രതയായി മാറി മാറി വരണതൊന്നും സത്യമല്ല, നിത്യമായിട്ടുള്ളതേ സത്യമുള്ളൂ. അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ച്, അതാണ് അനുമാനം. ഇനി എന്താ അതും കൂടി ചെയ്യാൻ പറ്റുന്ന ഞാൻ വിചാരിക്കണു. 34 ഈക്ഷേത വിഭ്രമമിതം മനസോ വിലാസം ദൃഷ്ടം വിനഷ്ടമതിലോലമലാതചക്രം വിജ്ഞാനമേകമുതഥൈവ വിഭാതി മായാ സ്വപ്നസ്ഥിത ഗുണവിസർഗകൃതോ വികൽപ്പഃ. എന്താ പറയണ? മനസഹ വിലാസം, മനസ്സിൽ വിലസിച്ചു കൊണ്ടിരിക്കുന്നതും, ദൃഷ്ടം കാണാവുന്നതും, സ്വപ്നവിനഷ്ടം സ്വപ്നത്തിൽ നാശം പ്രാപിച്ചതും, പിന്നെന്താണ്? അമലാത ചക്രം എന്നാണോ? നോക്കട്ടെ കേട്ടോ, ഞാനത് എനിക്ക് മനോവിലസത്വാത് ദൃഷ്ടത്വാത് ഇതം മനോവിലസത്വാത് മനോവിലസം ഇതം. അതായത് മനസ്സിൻ്റെ കൽപ്പനയാലും കാണാനും പറ്റുമല്ലോ നമുക്ക്, ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണപ്പെട്ടതിനാലും അത് നശ്വരമായതിനാലും ഈ ജഗത്ത് സ്വപ്നം പോലെ അയഥാർത്ഥമാണെന്നറിഞ്ഞാലും, അല്ലേ? പിന്നെ
അതിചഞ്ചലദ് വിനഷ്ടാവതിലോലം മനോവില അതെ അലാത ചക്രം അതാണ് അലാത ചക്രമാണ്. അതായത് വട്ടത്തിൽ ചുറ്റിക്കുന്ന ഒരു തീക്കൊള്ളിയാണ് അലാത ചക്രം. അലാത ചക്രം എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ ചുറ്റിക്കറങ്ങുന്ന ഒരു തീക്കൊള്ളി. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസാக തോന്നുമല്ലോ. അതായത് തീ ഒരു തീക്കൊള്ളി ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ തിരിച്ചാൽ അത് ഒരു കംപ്ലീറ്റ് സർക്കിളായിട്ട് നമുക്ക് തോന്നും. അതിലോലം വളരെ ചഞ്ചലമായ ഈ ജഗത്തിനെ ഭ്രമം എന്ന് പറയുന്നു. ഈക്ഷതെ കാണേണ്ടതാണ്, വെറും ഭ്രമാണെന്ന് കാണണം. അതായത് നോക്കൂ, ഒരു തീക്കൊള്ളി ഇങ്ങനെ എടുത്തിട്ട് അതാണ് ഇതിൽ പറയണം. ഞാൻ വേറെ എവിടെ വായിച്ചിട്ടുണ്ട് ഇതേ പിന്നെ എന്താണ് ഉദാഹരണം. ആ തീക്കൊള്ളി നമുക്ക് ശരിക്കും തീക്കൊള്ളി ഉള്ളൂ അവിടെ. അത് വട്ടത്തിൽ ചുറ്റിച്ചാൽ ഒരു തീയോണ്ടൊരു സർക്കിൾ നമുക്ക് കാണും. ശരിക്കും തീയോണ്ട് സർക്കിൾ ഇല്ല, അത് തോന്നുകയാണല്ലോ നമുക്കുണ്ടെന്ന് അല്ലേ. ശരിക്കും ഓരോ ഡയറക്ഷനിലും ആ തീക്കൊള്ളി മാത്രമേ ഉള്ളൂ. പക്ഷെ അടുത്തടുത്തടുത്തടുത്ത ഡയറക്ഷനിൽ ആ തീക്കൊള്ളി ഇങ്ങനെ ഉണ്ടായിട്ട് പോകുമ്പോൾ നമുക്കതൊരു കണ്ടിന്യൂവസ് ആയിട്ടുള്ള ഒരു ചക്രമായിട്ട് തോന്നും, ഒരു സൈക്കിളായിട്ട് തോന്നുമല്ലോ അത് നമുക്ക്. അതുപോലത്തെ ഒരു ഭ്രമാണ് ഇതെന്നാണ് പറയണത്. ഈക്ഷത അതാണ്. അതിലോലം അതായത് വളരെ വേഗതയോടുകൂടി ചുറ്റിക്കറങ്ങുന്ന ഒരു വിറക് കഷ്ണം പോലെ അല്ലെങ്കിൽ ഒരു തീക്കൊള്ളി പോലെ അതൊരു ചക്രമായിട്ട് തോന്നിക്കുന്ന പോലെ വളരെ ചഞ്ചലാണ് ഈ ജഗത്ത്, വെറും ഭ്രമാണെന്ന് കാണണം, അറിയണം എന്ന്. വിജ്ഞാനം അറിവ് ഏവ മാത്രമേ, അതായത് അത് അറിഞ്ഞാലേ അനുഭവമായാലേ ഉരുധ പലവിധമായതുപോലെ ഭാസിക്കുന്നു. ഇതറിയാത്തടത്തോളം കാലം നമുക്കിതൊക്കെ നാനാരൂപം ഭേദങ്ങളായിട്ട് ശരിയാണെന്ന് തോന്നി. ഗുണവിസർഗകൃത ഈ ഗുണപരിണാമം കൊണ്ടുണ്ടായ ത്രിധ ആത്മാവ് ഇന്ദ്രിയം അന്ധക്കരണം എന്ന ത്രിവിധമായ വികല്പഭേദങ്ങൾ മായ ഉണ്ടാക്കുന്നതാണ്. ശരിക്കും ആത്മാവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഇന്ദ്രിയവും അന്ധക്കരണവും ഒക്കെ മായ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്, മായയിലത്തെ ഗുണങ്ങളാൽ ഉണ്ടാക്കുന്നതാണ്. ശരിക്കും ആത്മാവ് മാത്രമേ ഉള്ളൂ. മായയിലത്തെ ഈ ത്രിഗുണങ്ങളെ പറഞ്ഞില്ലേ, 3 ഗുണങ്ങളുണ്ടല്ലോ, അന്നാണല്ലോ എല്ലാം ഉണ്ടായതെന്ന് നമ്മൾ കണ്ടുല്ലോ സൃഷ്ടിയിൽ. ആ മായയിലത്തെ ഗുണങ്ങളെ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവണതേ. ശരിക്കും ആത്മാവ് മാത്രമേ ഉള്ളൂ. അപ്പം മായയ്ക്കപ്പുറത്ത് കിടക്കണം നമ്മൾ. അതാണ് ഇതിലിപ്പോൾ വളരെ നന്നായിട്ട് പറഞ്ഞു തന്നത് അല്ലേ. മായയ്ക്ക് അപ്പോൾ എപ്പോഴാണ് ഈ പിന്നെ മായയിലത്തെയാണ് ഈ അന്ധക്കരണവും ത്രിഗുണങ്ങളും ഒക്കെ. ശരിക്കും പറയാച്ചാൽ ജീവൻ്റെ ലിമിറ്റേഷൻസാണ് ശരിക്കും ആത്മാവിൻ്റെ ലിമിറ്റേഷൻസാണ് ഈ അന്ധക്കരണവും ത്രിഗുണങ്ങളും. അപ്പോൾ എപ്പോഴാണ് ആത്മാവ് ഇതിന്ന് നിരുപാധികനായി തീരുക, അതായത് ഈ ഉപാധിയിൽ നിന്ന് മുക്തനാവണ ആത്മാവ്, അന്ധക്കരണത്തിൽ നിന്നും മനസ്സിൽ നിന്നും ഈ ഇന്ദ്രിയങ്ങളിൽ നിന്നും എപ്പോഴാണ് ആത്മാവ് മുക്തനാവണത് അല്ലെങ്കിൽ നിരുപാധികനായി തീരല്? അതാണ് അന്ധക്കരണ ശുദ്ധി. അങ്ങനെ മനസ്സിലാവാത്തവരാണ് ശാസ്ത്രം പഠിക്കണം എന്ന് പറയണതേ അല്ലേ. എന്ന് പറഞ്ഞാൽ ഗുണങ്ങളകലാണ് അന്ധക്കരണ ശുദ്ധി. എന്താർത്ഥം വെച്ചാൽ ഗുണങ്ങളാലാണ് ഈ മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ ഉണ്ടാവണത്. അപ്പം നമ്മൾ ഗുണാതീതമായി പോയാൽ അന്ധക്കരണ ശുദ്ധി കിട്ടി. ആദ്യം സത്വഗുണം രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെയും നശിപ്പിക്കുക, സത്വഗുണം. അത് കഴിഞ്ഞാൽ സത്വഗുണത്തിനെയും കളഞ്ഞ അന്ധക്കരണ ശുദ്ധി. അത് നമുക്ക് കുറച്ചും കൂടി വിസ്തരിച്ച് അടുത്ത പ്രാവശ്യം പറയാം. അതിൽ കുറച്ചും കൂടി പറയാനൊരു നല്ല വേറൊരു ഉദാഹരണമൊക്കെ ഞാൻ വായിച്ചു, അത് ഞാൻ പിന്നെ പറയാം. സമയമായി 34 വായിച്ച് നിർത്താം. ഈക്ഷേത വിഭ്രമമിതം മനസോ വിലാസം ദൃഷ്ടം വിനഷ്ടമതിലോലമലാതചക്രം. എരിയുന്ന ചീക്കൊള്ളി ചുറ്റിയുന്ന ചീക്കൊള്ളി പോലെ വിജ്ഞാനമേകമുരുധ ഇവ വിഭാതിമായ സ്വപ്നസ്ഥിത ഗുണവിസർഗകൃതോ വികൽപ്പ. വെറും സ്വപ്നം പോലെ തന്നെയാണ് നമ്മൾ അനുമാനം കൊണ്ട് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.